എല്ലാവർക്കും ജാമീസ് ഫെയറിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഞ്ഞിമിഠായി ഇല്ലേ, അതിനെ സോൻ പാപ്പടി എന്നും പറയാറുണ്ട്. അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ നമുക്ക് മൈദമാവും അതുപോലെ തന്നെ കടലമാവും ആവശ്യമുണ്ട്. ഞാൻ കടലമാവ് 1 കപ്പും അതിൻ്റെ നേർപകുതിയാണ് മൈദയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിലാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് കടലമാവും അതുപോലെ തന്നെ നേർപകുതി മൈദമാവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മൈദമാവും കടലമാവും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പമില്ലാത്തൊരു പാത്രത്തിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും വേണ്ടത് ക്ഷമയാണ്. ഇത് കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇതൊന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നെയ്യ് ഒഴിക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും നെയ്യ് നിങ്ങൾക്ക് ഒഴിക്കാൻ ആവശ്യമില്ലെങ്കിൽ നിങ്ങളെന്താണ് ഡാൽഡയുമായിട്ട് ചേർത്ത് 1/2 കപ്പാക്കി ഒഴിച്ചാൽ മതിയാകും. ഇവിടെ ഞാൻ ഒഴിക്കുന്നത് നെയ്യാണ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മിക്സാക്കി വെച്ചിരിക്കുന്ന മാവിനെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് മാത്രം കുക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നെയ്യ് നമ്മുടെ മാവിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലും ഇടുക. അതിനുശേഷം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായി വരും. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ ഈ പാത്രം നല്ല ചൂടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചാൽ ഇത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ മാവെടുത്ത ആ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അളവിൽ തന്നെ നേർപകുതി വെള്ളവും എടുത്തിട്ടുണ്ട്. നമ്മുടെ സോൻ പാപ്പടിയുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് പഞ്ചസാര. പഞ്ചസാര വെച്ചിട്ടാണ് നമ്മൾ സോൻ പാപ്പടീനെ അതിൻ്റെ ഷേപ്പിൽ വലിച്ച് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പഞ്ചസാര റെഡിയാക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ പഞ്ചസാര ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർക്കാം. സോൻ പാപ്പടിയിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനിക്ക് ഒരു യെല്ലോയിഷ് കളർ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി വെള്ള കളറാണ്. ഇതൊരു മഞ്ഞ കളർ ആകുമ്പോഴേ നമുക്ക് വെയിറ്റ് ചെയ്യണം. അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ക്ഷമയോടെ വേണം നമ്മൾ കാത്തിരിക്കാൻ. ഇത് യെല്ലോയിഷ് കളർ എപ്പോഴാകുന്നോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാര പാനി ഇതുപോലെ യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. ഞാൻ ഈ പാത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട്. ഈ പഞ്ചസാര പാനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് പദം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തണം. കാരണം അത്ര ചൂടാണ്. പുറത്തൊക്കെ വീണ് പൊള്ളിപ്പോകും. ഇനി നമുക്കിതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോട് കൂടി തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഇതുപോലെ വലിക്കുക. അതിനുശേഷം തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും ഇതുപോലെ വലിച്ച് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. നല്ല ചൂടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക്
ഒട്ടും ടൈം വേസ്റ്റാക്കാൻ പറ്റില്ല, കാരണം ഇത് തണുത്ത് പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഡാർക്ക് കളറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു യെല്ലോ കളർ പോലെ ആകും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, കറക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരിക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ കണക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ചൂടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇത് ടൈറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അത്ര സ്പീഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ആദ്യം കാണുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കാമെന്ന്, പക്ഷേ സത്യത്തിൽ കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2-3 പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി. അതിന് ശേഷമാണ് എനിക്കിത് കറക്റ്റായത്. അപ്പോൾ ഇവിടെ നമ്മൾ സോൻ പാപ്പടി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരുന്നുണ്ട്. നല്ല സന്തോഷം തോന്നി ഇത്രയും റെഡിയായി വന്നപ്പോഴത്തേക്കും. എന്തായാലും നമ്മുടെ സോൻ പാപ്പടി വിജയകരമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. കടയിലൊക്കെ വാങ്ങിക്കും പോലെ നല്ല സോഫ്റ്റായിട്ട് വന്നായിരുന്നു. കാണാനും അതുപോലെ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റും. നല്ല ടേസ്റ്റായിരുന്നു. മധുരവും എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പഞ്ഞിമുട്ടായി റെഡിയായി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വരും വരെ